ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വേളാങ്കണ്ണി പള്ളിയിലെ പെരുന്നാൾ കൂടാനാണ്. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം KSRTC ബസിന്റെ സ്വിഫ്റ്റിലാണ് നമ്മൾ പോകുന്നത്. ഇത് യാത്ര തുടങ്ങുന്നത് നമ്മുടെ സ്വന്തം അങ്കമാലിയിൽ നിന്നാണ്. അങ്കമാലിയിൽ നിന്ന് നമ്മുടെ KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സിലേക്കാണ് പോകുന്നത്. ആദ്യം ഞാൻ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ പഴയ ചങ്ങനാശ്ശേരി സൂപ്പർ ഫാസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അത് ഇപ്പോ ആ റൂട്ടിലില്ല. ഇപ്പോ വേളാങ്കണ്ണി റൂട്ടിൽ ഓടുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ സ്വിഫ്റ്റ് ആണ്. ഈ വണ്ടി കയറുമ്പോൾ ആദ്യം ഓർക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ കുട്ടേട്ടനെയാണ്. കുട്ടേട്ടനെ മിസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ യാത്ര അങ്കമാലിയിൽ നിന്ന് തുടരുകയാണ്. നമ്മുടെ വണ്ടി നേരെ വടക്കാഞ്ചേരിയിലെത്തി. വൈകുന്നേരം ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു 8 മണിക്ക് വടക്കാഞ്ചേരിയിലെത്തി. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ചു നേരം പുറമേ ഇരുന്ന് ഒരു ചായ കുടിച്ചിട്ട് നേരെ നമ്മുടെ സ്വിഫ്റ്റിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. അങ്ങനെ യാത്ര വീണ്ടും അവിടെ നിന്ന് തുടർന്നു. അങ്ങനെ മോർണിംഗ് കാലത്ത് ഏകദേശം ഒരു 5 മണി 6 മണി സമയത്ത് സ്വിഫ്റ്റ് വീണ്ടും നമ്മുടെ വേളാങ്കണ്ണിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് 6-ാം തീയതി മോർണിംഗ്. സ്വന്തം സ്വിഫ്റ്റിനോട് വിട പറഞ്ഞിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് പോയി. റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂം നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം പെരുന്നാൾ ദിവസം അറിയാലോ, റൂമിനൊക്കെ കൊടുക്കത്തെ റെന്റാണ്. നമ്മൾ പള്ളിയുടെ വോളണ്ടിയർ ആയതുകൊണ്ട് മാത്രം നമുക്ക് റൂം പെട്ടെന്ന് കിട്ടി. ചെറിയ പൈസയ്ക്ക് നമുക്ക് റൂം കിട്ടി. അങ്ങനെ നമ്മൾ റൂമിൽ പോയി. കാലത്ത് 9 മണിയുടെ കുർബാനയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ 12 മണിയുടെ കൊടികയറ്റത്തിനായിട്ട് വീണ്ടും നമ്മൾ പള്ളിയിലേക്ക് വന്നു. 12 മണിയുടെ കൊടികയറ്റം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടും റൂമിലേക്ക് പോയി. റൂമിൽ പോയ ശേഷം വീണ്ടും നമ്മൾ വൈകുന്നേരം ഒരു 6 മണിക്ക് വന്നെത്തിയിരിക്കുകയാണ്. 6 മണിക്ക് ഇവിടെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രദക്ഷിണമുണ്ട്. എല്ലാ 10 ദിവസവും മാതാവിന്റെ കണ്ടിന്യൂസ് പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് 6-ാം തീയതി 9ാമത്തെ പ്രദക്ഷിണമാണ്. അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വേളാങ്കണ്ണിയിലുള്ള പെരുന്നാൾ, 10 ദിവസത്തെ പെരുന്നാൾ വളരെ മനോഹരമാണ്. 10 ദിവസം കയറുന്ന കൊടികൾക്കും പ്രത്യേകതയുണ്ട്. ഓരോ ദിവസം ഓരോ ടൈപ്പിലുള്ള ഓരോ കളറിലുള്ള കൊടികളാണ് കയറുന്നത്. അതിന് ഓരോ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ തമിഴ്നാട്ടിലെ ചേച്ചിമാര് രൂപം പോകുന്നതിന് മുമ്പ് വളരെ മനോഹരമായിട്ട് എന്തൊരു ഫാസ്റ്റിലാണ് അടിക്കണേന്ന് അറിയാമോ അവര്. അതൊരു പ്രത്യേക കാഴ്ചയാണ്. രൂപം പോകുന്നതിന് മുമ്പ് പെടപെടാന്ന് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ രൂപം ഇറങ്ങാൻ പോവുകയാണ്. ഇതിന്റെ ഡീറ്റെയിലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ വേറൊരു ചാനലിൽ നമ്മൾ ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ട്. 6-ാം തീയതി പ്രദക്ഷിണവും അതായത് 7-ാം തീയതിത്തെ വലിയ പ്രദക്ഷിണവും അങ്ങനെ ഡീറ്റെയിൽ വീഡിയോസ് എല്ലാവരും കാണണമെങ്കിൽ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ വീഡിയോസിന്റെ ലിങ്ക് നമ്മൾ കൊടുക്കാം. സെലിബ്രേഷനും എല്ലാവരും ലിങ്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോസ് നമുക്ക് കാണാവുന്നതാണ്. പ്രദക്ഷിണത്തിന്റെ നമ്മൾ നേരിട്ട് പോയി എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ പ്രദക്ഷിണത്തിന്റെ നോക്കി നിൽക്കുകയാണ്. വളരെ ഭക്തി നിർമ്മലമായ പ്രദക്ഷിണമാണ്. കണ്ട് നമ്മൾ വീണ്ടും റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം മോർണിംഗ് നമ്മൾ നേരെ, അതായത് 7-ാം തീയതി മോർണിംഗ് തിരുനാൾ ദിവസം ഏകദേശം നമ്മൾ നേരത്തെ പോയി പള്ളിയുടെ മോർണിംഗ് തന്നെ പോയി നമ്മൾ പള്ളിയുടെ പുതിയ പള്ളിയുടെ അടുത്ത് പോയിട്ട് അവിടെ പ്രാർത്ഥിക്കാനുണ്ട്. 9 മണിക്ക് കുർബാനയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തൊട്ടിലും ഇങ്ങനെ താലിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. തമിഴ്നാട് സ്റ്റൈലിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതാണ് മാതാവിന്റെ അടുത്ത് പോയി എല്ലാവരും തിരി കത്തിക്കുന്ന സ്ഥലം, പഴയ പള്ളിയുടെ സൈഡ്. അപ്പോൾ അവിടെ പോയി ജസ്റ്റ് നമ്മൾ പോയി പ്രാർത്ഥിച്ചു. മാതാവിന്റെ അടുത്ത് പോയി തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ചു. കാരണം തിരി കത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരി കത്തിച്ചിട്ട് അപ്പൊ തന്നെ പിടിപിടിന്ന് മാറ്റും. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാതാവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തിരി കത്തിച്ചു. അങ്ങനെ നമ്മൾ മുന്നോട്ട് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട പഴയ പള്ളിയുടെ ഒരു ഭാഗത്ത് അവർ ഗ്രോട്ടവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് വീഡിയോ അലൗഡ് അല്ല, എല്ലാവർക്കും അറിയാം. വേളാങ്കണ്ണിയിൽ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും പോയിട്ടുള്ളത് കൊണ്ട് വേളാങ്കണ്ണിയിലെ കാര്യം ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് അവിടെ വീണ്ടും അവിടുത്തെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പുറത്ത് നമുക്ക് തരുന്ന അത്ഭുത കിണറുണ്ട്. അവിടെ വെള്ളമാണ് നമുക്ക് വീടുകളിലേക്ക് തയ്ക്കുന്നത്. അപ്പൊ എല്ലാവരും അതിനകത്ത് ഇട്ട് നോക്കി നോക്കുന്നുണ്ട്. ഞാനും നോക്കി. പക്ഷെ നമുക്കൊന്നും കാണാൻ സാധിച്ചില്ല. കാരണം ഒടുക്കത്തെ വെയിലായതുകൊണ്ട്, ഉച്ച ആയതുകൊണ്ട് നമുക്ക് സാധിച്ചില്ല. ഇങ്ങനെ മനോഹരമായ ഗ്രോട്ടകളും ഓരോ സെക്ഷനിലും ഓരോരോ ഏരിയയിലും ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ പള്ളി ലക്ഷ്യമാക്കിയിട്ട് വീണ്ടും പുതിയ പള്ളി ലക്ഷ്യമാക്കിയിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വിശ്വാസികൾ മുട്ടുകുത്തി മണലിൽ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു വരുന്നുണ്ട്. കാലത്ത് തന്നെ അവർ വളരെ ഭക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവിന്റെ അനുഗ്രഹം ഉള്ള എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ പുതിയ പള്ളി ലക്ഷ്യമാക്കി നടക്കുകയാണ്. അങ്ങനെ പുതിയ പള്ളി ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്.
അപ്പോൾ ഒരിക്കൽ കൂടി ആ പഴയ പള്ളിയിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും തിരിച്ച് പുതിയ പള്ളിയിലേക്ക് നമ്മൾ നടക്കുകയാണ്. വേളാങ്കണ്ണിയിൽ പള്ളിയിൽ മാത്രം പ്രത്യേകതയാണ് എല്ലാവർക്കും അറിയാം. കാരണം വിളിച്ചാൽ വിളി കേൾക്കുന്ന എന്ന് പറയുന്ന നമ്മുടെ ഏത് ആഗ്രഹവും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ സാധിക്കുന്ന ഒരു സ്ഥലമാണ് വേളാങ്കണ്ണി പള്ളി. അതുപോലെ തന്നെ അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മാതാവിന്റെ അനുഗ്രഹം അത്രയ്ക്കും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അത് നിങ്ങൾക്ക് കാണുമെങ്കിൽ നിങ്ങൾ പെരുന്നാളിന് ഒരിക്കലെങ്കിലും മാതാവിന്റെ പെരുന്നാൾ കാണാൻ സാധിക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. എനിക്ക് ദൈവം സഹായിച്ച ഒരു 8 വർഷമായിട്ട് സ്ഥിരമായിട്ട് മാതാവിന്റെ പെരുന്നാൾ പങ്കെടുക്കാൻ മാതാവിന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിയ പള്ളിയിൽ 9 മണിക്ക് കുർബാനയാണ്. കുർബാന കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാവുന്നതാണ്. എല്ലാം മലയാള കുർബാനയാണ് 9 മണിക്ക് നമ്മുടെ പുതിയ പള്ളിയിൽ എത്തിക്കുന്നത്. അതുപോലെ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് പെരുന്നാളിന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ വേളാങ്കണ്ണി പള്ളിയിലെ പ്രത്യേകത. ഇതാണ് നമ്മുടെ ജീസസിന്റെ സ്റ്റാച്ചു. ഇതൊരു ഓക്കി ദുരന്തത്തിൽ, അതായത് കാറ്റടിച്ചപ്പോൾ ഇത് കുറെ നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. ആ നശിച്ചെങ്കിലും അത് വീണ്ടും ഇവർ വളരെ ഭംഗിയായിട്ട് പുനരുദ്ധരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് വേളാങ്കണ്ണിയുടെ ഐക്കണായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. അങ്ങനെ വീണ്ടും നമ്മൾ കൊടിമരത്തിന്റെ അടുത്തേക്ക് എത്തി. കാരണം ഇന്ന് 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസം 7-ാം തീയതി 10ാമത്തെ ദിവസം ലാസ്റ്റ് ദിവസത്തെ അവസാന കൊടിയേറാൻ പോവുകയാണ്. അവസാനത്തെ കൊടിയേറ്റത്തിൽ ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ മാതാവിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും താലി കെട്ടുകയും കൊന്ത കെട്ടുകയും അതുമാതിരി ഒരുപാട് ആചാരങ്ങൾ തമിഴ്നാട് സ്റ്റൈലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വാളണ്ടിയറിന്റെ ജേഴ്സി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 7ാമത്തെ ദിവസത്തിൽ നമ്മൾ വാളണ്ടിയറായിട്ട് ഇതാണ് നമ്മുടെ വാളണ്ടിയറിന്റെ ജേഴ്സി. മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ വർഷവും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് നടന്നുണ്ട്. അങ്ങനെ പെരുന്നാളിന്റെ തുടക്കവും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നമ്മുടെ മറ്റുള്ള ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ തന്നെ വേറെ പരിപാടിയിലേക്ക് നമ്മൾ വീണ്ടും പെട്ടെന്ന് പോകുന്നത്. ഇത് സെലിബ്രേഷൻ ആണ്. 8-ാം തീയതി മോർണിംഗ് 12 മണിക്ക് 7-ാം തീയതി മോർണിംഗ് 12 മണിക്ക് മാതാവിന്റെ സെലിബ്രേഷൻ പരിപാടികളിലേക്ക് വേണ്ടിയാണ് ഇത് നടത്തുന്നത്. കേക്ക് മുറിക്കാനായിട്ട് അത്രയ്ക്കും തിരക്കാണ്. അന്ന് മാതാവിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പൊ 8-ാം തീയതി മോർണിംഗ് നമ്മൾ മാതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. കാരണം അകത്തെ വീഡിയോ അലൗഡ് അല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കലും സമ്മതിക്കില്ല. ഇതാണ് മാതാവിന്റെ അത്ഭുത രൂപം. മാതാവിനോട് പ്രാർത്ഥിച്ച് നമ്മളവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പുറകില് കേക്കിന് വേണ്ടി ഭയങ്കര തമ്മിലടി. നമ്മളൊന്നും നോക്കാറില്ല, കേക്ക് കഴിക്കാറില്ല. കാരണം അത്രയ്ക്കും തിരക്കാണ്, നമുക്ക് കിട്ടുകയില്ല. പിന്നെ ആ തിക്കിലും തിരക്കിലും പോയി നമ്മൾ കേക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ പിറ്റേ ദിവസം നേരെ പള്ളിയിലെത്തി. അതായത് 8-ാം തീയതി മോർണിംഗ് നമ്മൾ പള്ളിയിലെത്തി പ്രാർത്ഥിച്ച് ഉച്ചയായപ്പോൾ നമ്മൾ വീണ്ടും മാതാവിന്റെ അടുത്ത് കണ്ടിട്ട് നേരെ നമ്മൾ കേരളത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഇത് ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണുക. പള്ളിയുടെ പ്രദക്ഷിണം നമ്മൾ 4K-ലാണ്. TV കാണുന്നവർക്ക് TV കാണാം, മൊബൈൽ കാണുന്നവർക്ക് കാണാം. അങ്ങനെ നമ്മുടെ പള്ളിയുടെ KSRTC ബസിന്റെ അടുത്തെത്തി. കുറച്ച് മാറിയാണ് ബസ് കിടക്കുന്നത്. ഇവിടുന്ന് 2:30-ക്ക് KSRTC ബസ് എത്തും. നാളെ മോർണിംഗ്, അതായത് 9-ാം തീയതി നമുക്ക് നാട്ടിലെത്താൻ സാധിക്കും. അപ്പോൾ വേളാങ്കണ്ണി പള്ളിയിലെ വീഡിയോ കണ്ട എല്ലാവർക്കും, സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.